റൈറ്റിംഗ്, ഡയറക്ഷൻ, ആക്ടിങ്, സോങ്സ്, ആർട്ട്, സിനിമോട്ടോഗ്രാഫി അങ്ങനെ എല്ലാം കൊണ്ടും ടോപ്പ് ക്ലാസ്സിൽ നിന്ന് നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് പടമായിരുന്നു ഉദയനാണ് താരം. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വന്ന് വേണ്ട രീതിയിൽ ക്ലിക്ക് ആയില്ലെങ്കിലും പിന്നീട് മിനി സ്ക്രീനിൽ കണ്ടിട്ടാണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു പടമാണ് നമ്മുടെ പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. എന്നെ സംബന്ധിച്ച് ഇത് കണ്ട് ഞാനും ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിലും ചുമ്മാ കുറെ ചിരിക്കാനുണ്ടെന്ന് കരുതി അതൊരു നല്ല പടം ആവില്ലല്ലോ. ഉദയനാണ് താരത്തിലുണ്ടായിരുന്ന ഒരു സോൾ ഈ പടത്തിൽ ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നിയത് കൊണ്ട് എനിക്ക് ഈ പടത്തിനെ പറ്റി ഒരു മതിപ്പില്ല എന്നാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഒന്നിൽ കൂടുതൽ വട്ടം കാണാൻ തോന്നിപ്പിച്ചിട്ടുമില്ല എന്നെ ഈ പടം. ഞാനിവിടെ ഇത് പറയാൻ കാര്യം എൻ്റെ ഒരു ചങ്ക് ഫ്രണ്ട് ഈ പടത്തിൻ്റെ ഒരു കട്ട ഫാനാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്ന് രണ്ട് പേരോട് കൂടി ചോദിച്ചപ്പോൾ അവരുടെയും ഫേവറേറ്റ് ആണെന്ന് അറിഞ്ഞു ഈ പടം. മാത്രമല്ല ഈ പടത്തിൻ്റെ ചില പോസ്റ്റുകൾക്ക് കീഴെ വന്ന കമൻറ്റുകൾ നോക്കിയപ്പോൾ അവിടെയും കണ്ടു കുറേ ആരാധകർ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നാട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ പാടില്ല എന്നൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഇത്രയും പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയ എന്തെങ്കിലും ഒരു കാരണം ഈ പടത്തിൽ കാണുമായിരിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഏതൊരു പടവും ആദ്യം കാണുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ സിനിമയായിട്ട് മാത്രം കണ്ടിട്ട് രണ്ടാമത് കാണുമ്പോൾ ആ സിനിമയെ പഠിക്കാൻ ശ്രമിക്കാറുള്ള എനിക്ക് ഒന്നുകൂടി ഈ പടം കാണണമെന്ന് അതുകൊണ്ട് അപ്പം തോന്നി. അങ്ങനെ കാണാമെന്ന് കരുതി ഇരുന്നപ്പോൾ ആ 2.5 മണിക്കൂറിനേക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടാണെങ്കിലും ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്ത് ഈ പടം ഇഷ്ടപ്പെടുന്ന ആളുകളോട് ചോദിച്ചു നോക്കിയാലോ എന്ന് തോന്നി. ഒരു ട്രൈ. അതുകൊണ്ട് ഈ പടം ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾ കമൻറ്റിൽ വന്ന് തെറി വിളിക്കാതെ എന്തുകൊണ്ടാണ് അവർക്ക് ഈ പടം കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കമൻറ്റിൽ കാണാം.